ഹീലിംഗ് പ്രേയേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് ശ്രവിച്ചിരിക്കുന്നു. പ്രാർത്ഥനയുടെ ശക്തി ദൈവ സന്നിധിയിൽ ഏത് കാര്യങ്ങളെയും തുറന്നു പറയാനുള്ള കൃപ ലഭിക്കുന്നു. പ്രാർത്ഥിക്കുന്നവർക്ക് ചുറ്റും ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണവും അനുഗ്രഹവും ഉണ്ടായിരിക്കും. അവർ എത്ര ക്ലേശങ്ങളിൽ അകപ്പെട്ടാലും പ്രാർത്ഥനയുടെ ശക്തിയാൽ അവരെ തൊടാൻ പോലും ശത്രുവിന് സാധിക്കുകയില്ല. കർത്താവിൻ്റെ പ്രത്യേക ശക്തിയാണ് അവരെ വലയം ചെയ്യുന്നത്. അതിനാൽ നിങ്ങൾ പ്രാർത്ഥനയിൽ എത്ര സമയം ചെലവഴിച്ചാലും അത് നഷ്ടമല്ല. പ്രാർത്ഥിക്കാൻ അറിയാവുന്നവർക്ക് ജീവിതത്തിൽ ഏത് തകർച്ചകളിലും പിടിച്ചു നിൽക്കാൻ സാധിക്കും. എന്തെന്നാൽ പ്രാർത്ഥനയുടെ ശക്തി അത്രമാത്രമാണ്. ദൈവത്തോട് നന്ദി അർപ്പിക്കാനുള്ള സമയമാണ് പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനമുള്ളത്. ഇന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് വരെ നാം കർത്താവ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. കർത്താവ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നിങ്ങൾ നന്ദി പറയുമ്പോൾ ഇനിയുള്ള എല്ലാ കാര്യങ്ങളിലും അവിടെ കർത്താവ് ഇടപെട്ട് ക്രമീകരിക്കുന്നതിനും അത് സാധ്യമാകും. അതിനാൽ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തുക. ഒരു നിമിഷമാണെങ്കിലും അത് പ്രാർത്ഥനയാണ്. മണിക്കൂറുകൾ ഇരുന്നാലും അതും പ്രാർത്ഥനയാണ്. ഏറ്റവും പ്രധാനമായത് പ്രാർത്ഥനയിൽ ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം സ്ഥാപിതമാകുന്നു. ഏത് പ്രശ്നങ്ങളെയും എത്ര അപകടം പിടിച്ച കാര്യങ്ങളിലും പ്രാർത്ഥനയിൽ കൂടി അതിനെ തരണം ചെയ്തവരുണ്ട്. അതിനാൽ നിങ്ങൾ ഇപ്പോൾ ഭാരപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരുണ നിറയുന്നതിനും കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നതിനും നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ സുഖമായ ഉറക്കം കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. നാളത്തെ ദിവസത്തെ നിയോഗങ്ങളെ ഈ രാത്രിയിൽ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാളെ എല്ലാം ശുഭകരമാകുന്നതിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 116 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു. അവിടുന്ന് എനിക്ക് ചെവി ചായ്ച്ചു തന്നു. ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും. മരണക്കെണി എന്നെ വലയം ചെയ്തു. പാതാള പാശങ്ങൾ എന്നെ ചുറ്റി. ദുരിതവും തീവ്രവേദനയും എന്നെ ഗ്രസിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. കർത്താവേ, ഞാൻ യാചിക്കുന്നു, എൻ്റെ ജീവൻ രക്ഷിക്കണമേ. കർത്താവ് കരുണാമയനും നീതിമാനുമാണ്. നമ്മുടെ ദൈവം കൃപാലുവാണ്. എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു. ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ ആത്മാവേ, നീ ശാന്തിയിലേക്ക് മടങ്ങുക. കർത്താവ് നിന്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ വീണ്ടും ഞങ്ങളെ ക്ഷണിച്ച നിനക്ക് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, പ്രാർത്ഥനയുടെ ശക്തി അത്രമാത്രമാണ്. അത് നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നതിനുള്ള ഒരു ഉപാധിയായി ഞങ്ങൾ അതിനെ കാണുന്നു. കർത്താവെ, എത്ര പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴും നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകിയപ്പോഴെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നീ സംപ്രീതനായി പ്രാർത്ഥിക്കാനുള്ള ശക്തി നൽകി, പ്രാർത്ഥിക്കാനുള്ള വരം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിച്ചു. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നീ സംപ്രീതനായതുകൊണ്ട് ഞങ്ങളെ വൻ അപകടത്തിൽ നിന്നും നീ രക്ഷിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ശക്തിയോ ബലമോ ഒന്നുമല്ല, നിന്റെ കൃപയാണ് ഞങ്ങളിൽ നീ വർഷിക്കുന്നത്. അനവധി അപകടങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിച്ചു. കർത്താവേ, ഞങ്ങളുടെ നയനങ്ങളിൽ നിന്ന് കണ്ണുനീർ ഒപ്പിയെടുത്ത്
ഞങ്ങളെ നീ കാത്തുപരിപാലിച്ചു. പ്രാർത്ഥിക്കാൻ നീ ഞങ്ങളെ പഠിപ്പിച്ചു. ദൈവമേ, പ്രാർത്ഥനയിലൂടെ നിന്റെ സന്നിധിയിൽ നിന്നോട് ഒന്നാകാൻ ഞങ്ങൾക്ക് കിട്ടിയ ഓരോ അവസരങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷിക്കാൻ, ഞങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന സമയം അത് നിന്നോട് ഒന്നായ സമയങ്ങളാണ്. പ്രാർത്ഥനയിൽ നിന്നോടൊന്നായ സമയങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഓർക്കാനായി ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയം. കർത്താവേ, നീയുമായുള്ള ഞങ്ങളുടെ ബന്ധം നിന്റെ അനന്തമായ സ്നേഹത്തിൽ ഒന്നാകാൻ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ നീ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, പ്രാർത്ഥനയിൽ ഞങ്ങൾ നിന്നെ കാണുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങൾ നിന്റെ ശക്തി അനുഭവിച്ചറിയുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങൾ നിന്റെ സ്വരം തിരിച്ചറിയുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ നീ വെളിപ്പെടുത്തി തരുന്നു. ഞങ്ങൾക്ക് അജ്ഞാതവും അഗാധവുമായ കാര്യങ്ങളാണ് പ്രാർത്ഥനയിൽ കൂടി നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. കർത്താവേ, ഓരോ നിമിഷവും ഞങ്ങളെ തിന്മ ചുറ്റിവളയുമ്പോൾ, ശത്രു ചുറ്റിവളയുമ്പോൾ, ദൈവസന്നിധിയിൽ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം മഞ്ഞുപോലെ ഉരുകിപ്പോകുന്നു. ശത്രുവിൻ്റെ എല്ലാ കൂരമ്പുകളെയും കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നീ സംപ്രീതനായി തകർത്ത് കളഞ്ഞതിനെയും ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീ കേൾക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, അത് തന്നെ ഞങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്നു. ഞങ്ങൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ ദൈവമായ നീ ഉണ്ടല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ, ഞങ്ങളുടെ അപേക്ഷകൾ കൈക്കൊള്ളാൻ, ഞങ്ങളെ അനുഗ്രഹിക്കാൻ, ഞങ്ങളുടെ കണ്ണുനീരൊപ്പാൻ, ഞങ്ങളുടെ കാലുകളെ ഇടർച്ചയിൽ നിന്ന് മോചിപ്പിക്കാൻ, ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ, ഞങ്ങളുടെ ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും സ്വതന്ത്രമാക്കാൻ കർത്താവേ, പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളെ ശ്രവിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥിക്കാൻ നീ ഞങ്ങളെ പഠിപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നീ ഒരു മാതൃക നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ രാത്രികളിലും നീ നിന്റെ പിതാവുമായി ഒന്നായിരുന്നു. പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായി നീ പോകുമ്പോൾ അതിരാവിലെ വരെ നീ എല്ലാം മറന്ന് നിന്റെ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിലായിരുന്നു. ആ പ്രാർത്ഥനയുടെ ശക്തി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകി. കർത്താവേ, ആ പ്രാർത്ഥനയുടെ കൃപയും വരങ്ങളും ദാനങ്ങളും ശക്തിയും നിന്നോട് ചേർന്ന് നിൽക്കുന്നവർക്ക് നീ നൽകി. അതിനാൽ നിന്റെ പ്രാർത്ഥനയുടെ മാതൃക ഞങ്ങൾക്ക് ഇന്ന് പ്രചോദനമേകട്ടെ. ഏത് നിമിഷത്തിലും ഏതവസരത്തിലും ഞങ്ങളുടെ ഇല്ലായ്മയിലും ഉള്ളായ്മയിലും നിന്നോട് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ നീ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ ശ്രവിക്കാൻ നീ ചെവിയോർത്തിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ കാണാൻ നീ കണ്ണുകളെ തുറന്നു പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, നീ ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവർത്തനങ്ങളിലും നിന്നെ സ്നേഹിക്കാൻ ഞങ്ങൾ മറന്നുപോയിട്ടുണ്ട്. കർത്താവേ, ഞങ്ങൾക്ക് മാപ്പ് തരണമേ. ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിൽ വീണ്ടും പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് കൂടാൻ ദൈവമേ നീ അനുവദിച്ചതിനെ ഓർത്ത്, ഈ അവസരങ്ങൾ ഒരുക്കി തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങളെ നേടിത്തരുന്ന പ്രാർത്ഥനയാണ്. കർത്താവെ, ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഇത് പ്രാർത്ഥിക്കുന്നവരെ, ഇത് അയച്ചു കൊടുക്കുന്നവരെ എല്ലാം നീ പ്രത്യേകം നിന്റെ കരങ്ങളിൽ കാത്തു സൂക്ഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, എപ്പോഴൊക്കെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നീ അവിടെ സന്നിഹിതനാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ അവരുടെ മധ്യേ ഉണ്ടായിരിക്കും എന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ
ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിച്ച് ബലഹീനതകൾ മറന്ന് കർത്താവേ, കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ശക്തിക്ക്, കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള പ്രചോദനം കിട്ടുന്നതിന്, കൂടുതൽ പ്രാർത്ഥിക്കാനും ദൈവശക്തി പ്രാപിക്കുന്നതിനും ദൈവത്തോട് ഒന്നാകുന്നതിനും പ്രാർത്ഥനയ്ക്കുള്ള തീക്ഷ്ണത നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ പ്രാർത്ഥനയിലൂടെ നിന്റെ സ്വരം ശ്രവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നീ ഈ രാത്രിയിൽ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ശക്തി ഞങ്ങളെ വലയം ചെയ്യുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിന്റെ അനന്തമായ കരുതലും കാവലും ഞങ്ങളോടൊപ്പമുണ്ട് എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തെന്നാൽ പ്രാർത്ഥിക്കുന്നവരായ ഈ മക്കളുടെ മേൽ നിന്റെ കരം എപ്പോഴും ഉണ്ടായിരിക്കും. അവർ ഒരിക്കലും ഒറ്റപ്പെടില്ല. പ്രാർത്ഥിക്കാൻ വരം ലഭിച്ച എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ പ്രാർത്ഥനയിൽ കർത്താവേ, നീ എപ്പോഴും സംപ്രീതനാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനാൽ തന്നെ അവരുടെ പ്രാർത്ഥനയാൽ നിന്റെ കരം എപ്പോഴും അവരുടെ കൂടെയുണ്ട്. നിന്റെ കരം അവരുടെ ഭവനത്തിന്മേൽ, അവരുടെ വീടിന്മേൽ, വീടിൻ്റെ ഓരോ മുറികളിലും അകവും പുറവുമെല്ലാം നിന്റെ കരം ആ വീടിന് ഉള്ളിലും അകത്തും പുറത്തുമെല്ലാം സംരക്ഷണം നൽകാൻ നീ പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ ഉറങ്ങുമ്പോഴും ഞങ്ങളുടെ വസ്തുവകകളുടെ മേൽ, ഞങ്ങൾക്ക് ദാനമായി നീ നൽകിയ സകലതിൻ്റെയും മേൽ നിന്റെ ശക്തി ആവസിച്ചിരിക്കുന്നതിനെ ഓർത്തും ശത്രു തൊടാതവണ്ണം നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കുന്നതിനെ ഓർത്തും അങ്ങേക്ക് കോടാനുകോടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഈ രാത്രിയിൽ എല്ലാ മക്കൾക്കും സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ. നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ നീ ഇടപെടണമേ. ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, എപ്പോഴൊക്കെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാലും അപ്പോഴെല്ലാം നീ അനുഗ്രഹത്തിൻ്റെ ഉറവ ഞങ്ങൾക്ക് നേരെ തുറന്നു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങളെ ഓരോ നിമിഷവും അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന കർത്താവേ, ഓരോ നിമിഷവും പ്രാർത്ഥനയിലൂടെ നിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ, പ്രാർത്ഥനയിലൂടെ നിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങളെ വീണ്ടും തീക്ഷ്ണതയുള്ളവരാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, നീ ഞങ്ങളെ ഓരോരുത്തരെയും കാത്ത് സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, നീ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾക്കും പ്രാർത്ഥിക്കുവാൻ വരം തരണമേ. ഞങ്ങളെ നീ സംരക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും
ഭയത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, വേദനയിൽ നിന്നും, അസ്വസ്ഥതയിൽ നിന്നും, നിരാശയിൽ നിന്നും നിന്നെ സംരക്ഷിക്കട്ടെ. അവിടുത്തെ വലതുകരം നിന്റെ മേൽ എപ്പോഴും വലയം ചെയ്യട്ടെ. അവിടുത്തെ ശക്തി നിന്റെ മേൽ ആവസിക്കട്ടെ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന, ഈ പ്രാർത്ഥന അനേകർക്ക് അയച്ചു കൊടുക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ കർത്താവ് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ശക്തിയാൽ നിങ്ങളും, നിങ്ങളുടെ ഭവനവും, നിങ്ങളുടെ കുടുംബവും, നിങ്ങളുടെ വസ്തുവകകളും, നിങ്ങളുടെ പ്രിയപ്പെട്ടവരും എല്ലാം വലയം ചെയ്തിരിക്കുന്നു. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ സംപ്രീതനാണ്. നിങ്ങൾ വിശ്വസിക്കുക. നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് ശക്തമായി നാളെ നിങ്ങളിൽ ഇടപെട്ടിരിക്കും. നിങ്ങൾക്ക് വിജയമുണ്ടാകും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.